ചേട്ടാ നമസ്കാരം. നമസ്കാരം. പാറ്റകളുടെ പാർട്ടി അഥവാ കോക്രോച്ച് ജനതാ പാർട്ടി ഇപ്പോ ഞാൻ നോക്കുമ്പോൾ അവസാനമായിട്ട് അവർ 21.9 മില്യൺ അഥവാ 22 മില്യണോട് അടുത്ത് നിൽക്കുകയാണ് അവരുടെ ഇൻസ്റ്റാഗ്രാമിന്റെ ലൈക്സ് എന്ന് പറയുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം വന്നിരുന്ന വാർത്ത എന്ന് പറയുന്നത് ഇതിൽ ഭൂരിഭാഗം ലൈക്സും വന്നിരിക്കുന്നത് 50% ലൈക്സ് വന്നിരിക്കുന്നത്. അങ്ങനെ നമുക്ക് ഡിസക്ട് ചെയ്യാൻ നോക്കാൻ പറ്റുമല്ലോ. പാകിസ്ഥാനിൽ നിന്നാണെന്ന റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാർത്തകൾ എന്ന് പറഞ്ഞാൽ ഭയാനകമാണ്, ഭയം ജനിപ്പിക്കുന്നതാണ് എന്നുള്ളതാണ്. കാരണം ഈ കോക്രോച്ച് ജനതാ പാർട്ടിയെ തുടക്കം മുതൽ ഈ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെല്ലാം തന്നെ നമ്മുടെ നാട്ടിൽ ഒരു ജൻസി കലാപത്തിന് കോപ്പ് കൂട്ടിയ ആൾക്കാരായിരുന്നു. ഇപ്പൊ സോനം വാങ്ചുക് അടക്കമുള്ളവർ കോക്രോച്ച് ജനതാ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അഭിജിത്ത് ദീപ്കെ ആണ് ഇതിന്റെ ചുക്കാൻ പിടിച്ചിരിക്കുന്നത്. അപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ഇതേ സംബന്ധിച്ച് പുറത്തു വന്നത് ബംഗളൂരുവിൽ കർണാടകയിൽ ഇവർ തെരുവിലിറങ്ങാൻ ആഹ്വാനം കൊടുത്തു എന്നുള്ളതാണ് പല ആൾക്കാരും. അപ്പൊ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ ഇവരുടെ പ്രതിനിധികൾ എന്ന് പറഞ്ഞ് ഒരുപാട് ആൾക്കാർ പുതിയ ഏതൊക്കെ മുഖങ്ങളെ വിളിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അവർ പറയുന്നത് ഞങ്ങളുടെ പ്രതിഷേധം എന്ന് പറയുന്നത് സമാധാനപരമായിരിക്കും, ഞങ്ങൾ തെരുവിലിറങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ കർണാടക വിഭാഗത്തിന്റെ ഒരു പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്, നിങ്ങൾ എല്ലാവരും തെരുവിലിറങ്ങണം എന്നുള്ളതാണ്. ഇത് ഇത് കണ്ടിട്ട് ഭയമല്ല, ഒരു അപകടമണത്ത കർണാടക പോലീസ് ഒരു പ്രസ് നോട്ട് കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഹാസ് കം ടു നോട്ടീസ് ദാറ്റ് എ പോസ്റ്റ് ഹാസ് ബീൻ സർക്കുലേറ്റഡ് ഓൺ സോഷ്യൽ മീഡിയ അണ്ടർ ദ heading Cockroach Janata Party Karnataka, in which an invitation has been given to gather in large numbers in front of town hall. പീസ്ഫുൾ പ്രൊട്ടസ്റ്റ് ആണെന്നാണ് പറയുന്നത്. ഒരു മനുഷ്യ ചങ്ങലയ്ക്കാണ് അവർ രൂപം കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ അങ്ങനെ തെരുവിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒന്നും നോക്കില്ല, അടിച്ചു ചുരുട്ടും എന്നാണ് കർണാടക പോലീസ് ഇവർക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം എന്ന് പറയുന്നത്. അവിടെയും തീർന്നില്ല. ഈ കോക്രോച്ച് ജനതാ പാർട്ടി ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും അടക്കം പുതിയ ഘടകങ്ങൾ ഇവരുടെ രൂപീകരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അതായത് ഇതിന്റെ തനി നിറം പുറത്തു വരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും അടക്കം എന്തിനാണ് ഇവർ ഇവരുടെ ഘടകം രൂപീകരിക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. ഇന്ത്യയിൽ ഇവർ കലാപത്തിന് കോപ്പ് കൂട്ടാനായിട്ട് കർണാടകയിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഇനി എവിടെയൊക്കെയാണ് ഇവരുടെ ആ ഒരു നീക്കത്തിന് സാധ്യതയുള്ളത്? ഇത് നമ്മുടെ കേന്ദ്ര സർക്കാർ ഇതിനെ എങ്ങനെയാണ് നേരിടാൻ പോകുന്നത്? കാരണം ഇത് ജനകീയ പ്രതിഷേധം എന്നുള്ള രീതിയിലാണ് പോർട്രേ ചെയ്യപ്പെടുന്നത്. 2024 സൊറോസസിന്റെ നേതൃത്വത്തിൽ ഒരു ഡീപ് സ്റ്റേറ്റ് വർക്ക് ചെയ്യുകയും നരേന്ദ്രമോദിയുടെ ഇലക്ഷൻ അട്ടിമറിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നതാണ്. പക്ഷെ അതിൽ അവർ പമ്പെ പരാജയപ്പെട്ടു. അന്നു മുതൽ തന്നെ പുതിയ നീക്കത്തിലായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ജൻസി കലാപങ്ങൾ പലയിടത്തും നടന്നിരുന്നതാണ്. പക്ഷെ അത് ആകെ വിജയിക്കാൻ കഴിഞ്ഞ ഒരു ഇടം എന്ന് പറയുന്നത് ബംഗ്ലാദേശാണ് എന്ന് പറയേണ്ടി വരും. പക്ഷെ ബംഗ്ലാദേശും ഒരു വർഷം 2026 ആയപ്പോൾ അവർക്കും അതിന്റെ ദൂഷ്യഫലങ്ങൾ മനസ്സിലാകുകയും അവിടെ പുതിയ താരിഖ് റഹ്മാന്റെ നേതൃത്വത്തിൽ ഒരു പുതിയ സർക്കാർ അധികാരത്തിൽ വരികയും ചെയ്തു. പക്ഷെ നേപ്പാളിലാണെങ്കിലും ഇന്തോനേഷ്യയിലാണെങ്കിലും തായ്ലൻഡിലാണെങ്കിലും ഒന്നും ഇവർക്ക് ക്ലച്ച് പിടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഈ ഫേസ്ബുക്ക് കൂട്ടായ്മയും അവരുടെ പ്രക്ഷോഭങ്ങളും മലയാളിക്ക് പുതുമയുള്ളതല്ല. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കൊച്ചിയിൽ ചുംബന സമരം എന്ന് പറഞ്ഞൊരു സമരം ഉണ്ടായിരുന്നു. ചുംബന സമരം അതൊരു ഫേസ്ബുക്ക് കൂട്ടായ്മയാണ് അത് ആഹ്വാനം ചെയ്തത്. കുറച്ചുപേര് കൊച്ചി മറൈൻ ഡ്രൈവില് എത്തുകയും പോലീസ് എത്തിയപ്പോൾ കുറച്ചുപേര് കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുകയൊക്കെ ചെയ്തിരുന്നു. അത് നിരുപദ്രവകരമായ ഒരു പ്രതിഷേധമായിരുന്നു ചുംബന സമരം. ചുംബിക്കുക എന്നുള്ള ഒരു സ്ഫോടനമല്ലല്ലോ, ചുംബിക്കുകയല്ലേ, എവിടെയാണ് ചുംബിക്കുക, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ പബ്ലിക് പ്ലേസിൽ വേണ്ട എന്നാണ് സർക്കാർ എന്ന് പറഞ്ഞത്. അതിന് സർക്കാരിന് അതിനുശേഷം മറ്റൊരു ഫേസ്ബുക്ക് കൂട്ടായ്മ കേരളത്തിൽ വന്നിരുന്നു. താലി പൊട്ടിച്ചെറിയുക എന്നുള്ളതായിരുന്നു. താലി അറുത്തെറിയുക, താലി ചുടുക എന്നുള്ളതായിരുന്നു. പക്ഷെ സർക്കാർ കുറച്ചുകൂടെ അലർട്ടായി അങ്ങനെയുള്ള ഒരു ഇതിലേക്ക് പോയില്ല. മൂന്നാമത് സഖാവ് പിണറായി വിജയനെയൊക്കെ വിളിച്ചുകൊണ്ട് യോനി കവാടം ഒരുക്കിക്കൊണ്ട് ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മ രംഗത്ത് വന്നു. അത് നമ്മുടെ കേരളത്തിൽ കണ്ടതാണ്. അപ്പൊ ഫേസ്ബുക്ക് കൂട്ടായ്മ ഒന്നില്ല. ഇനി ഫേസ്ബുക്ക് കൂട്ടായ്മ വളരെ ശക്തമായി സമരം നടത്തിയിട്ടുണ്ട്. കാരണം അതിന്റെ ചർച്ച നടത്തിയിട്ടുള്ള ഒരാൾ ഞാനാ, എനിക്കറിയാം. ആ ചർച്ചയിൽ പങ്കെടുത്തത് ശ്രീ യുവരാജ് ഗോകുൽ ഉണ്ടായിരുന്നു. ആ സമരത്തിന്റെ സംഘടന ഹക്കീം എന്നോ മറ്റാണ് അദ്ദേഹത്തിന്റെ പേര്. അതായത് നമ്മുടെ സെക്രട്ടേറിയറ്റ് പഠിക്കൽ ശ്രീജിത്ത് എന്ന് പറയുന്ന ഒരു യുവാവ്, ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം ശവപ്പെട്ടി കിടക്കുകയാണ്. ഈ ശവപ്പെട്ടി കിടന്നുകൊണ്ട് പ്രമുഖനല്ലാത്ത ശ്രീജിത്ത് അദ്ദേഹം ശവപ്പെട്ടി കിടക്കുന്നു. അദ്ദേഹത്തിന്റെ ഡിമാൻഡ് അദ്ദേഹത്തിന്റെ സഹോദരൻ കൊല്ലപ്പെട്ടതിന്റെ ആ ജോലി തനിക്ക് വേണം. അങ്ങനെ കുറെ ഡിമാൻഡ്സ് അദ്ദേഹം വെക്കുന്നു. ആ സമരം വളരെ ഇപ്പോൾ അദ്ദേഹം അവിടെ കിടക്കുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഇപ്പോഴും ഉണ്ടാകണമെന്നാണ് അദ്ദേഹം അവിടെ പോയതായി അറിയില്ല. ഇടയ്ക്ക് സർക്കാർ അവർക്ക് വീട് വെച്ച് കൊടുക്കുകയും സാമ്പത്തിക സഹായം നൽകുകയും ഒക്കെ ചെയ്തിരുന്നതാണ് അന്നത്തെ സർക്കാർ, സംസ്ഥാന സർക്കാർ. ഇദ്ദേഹത്തിന് വീട്ടിൽ കൊണ്ട് വിടുകയൊക്കെ ചെയ്തതാണ്. വീണ്ടും ഇദ്ദേഹം ഇവിടെ എത്തുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് കേരളത്തിലെമ്പാടുമുള്ള ഈ ഫേസ്ബുക്കിൽ കുറച്ച് റീച്ചുള്ള ആളുകൾ അവർ ആഹ്വാനം ചെയ്യുന്നു. അങ്ങനെ ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മ രൂപപ്പെടുന്നു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള അവിടുത്തെ ആളുകൾ എല്ലാം കൂടെ സെക്രട്ടേറിയറ്റ് പഠിക്കൽ വരുന്നു. വലിയ വിഷയമാകുന്നു. മാധ്യമങ്ങൾ അറിയാമല്ലോ, ഒരു ഇര കിട്ടിയ സന്തോഷത്തിൽ അവര്
ഗ്രഹണി പിടിച്ച കുട്ടിയുടെ മുമ്പിൽ ചക്കപ്പുഴുക്ക് കിട്ടിയതുപോലെ പിച്ചി വലിച്ച് വലിയ വാർത്തകൾ നൽകുന്നു. അതിന്റെ ഭാഗമായിട്ട് അന്ന് ഞാൻ വർക്ക് ചെയ്തിരുന്നു, മംഗളം ചാനലിൽ 2-3 ദിവസം ചർച്ച ചെയ്തിരുന്നു. ഇവരെയൊക്കെ വെച്ചിട്ടാണ് ചർച്ച ചെയ്തത്. അന്ന് ആ ചർച്ചയിൽ നമ്മുടെ തോക്കുസ്വാമിയും ഒക്കെ പങ്കെടുത്തിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. അപ്പോ അങ്ങനെ ഉള്ള ലോകം, കാരണം ഇവരൊക്കെയാണല്ലോ സമരത്തിന് തീ പകർന്നിരുന്നവര്, അവരെല്ലാം അതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇവരെല്ലാം വരുന്നു, വലിയ പ്രകടനം തിരുവനന്തപുരത്ത് നടക്കുന്നു, വലിയ സമരം വരുന്നു. പിന്നീട് ഈ സമരമെല്ലാം പല വഴിക്ക് പോയി എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം. അതെന്തായെന്ന് അറിയില്ല. സയ്യിദ് ഇപ്പോഴും അവിടെ തന്നെ കിടക്കുന്നുണ്ട്. ശവപ്പെട്ടിലാണോ കിടക്കുന്നത്, താഴ്ത്തിറങ്ങി കിടക്കുന്നുണ്ടോ എന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ. പിന്നെ അതുവഴി പോകുന്നവരൊക്കെ 100-200 രൂപയൊക്കെ അദ്ദേഹത്തിന് കൊടുക്കും, അദ്ദേഹം അത് വാങ്ങുകയും ചെയ്യും. അങ്ങനെ ഒരു കലാപരിപാടിയായിട്ട് അത് അങ്ങനെ പോകുന്നുണ്ട്. അപ്പം ഇതൊരു ഫേസ്ബുക്ക് കൂട്ടായ്മ ഇപ്പൊ ആദ്യത്തെ സംഭവമൊന്നുമല്ല. ക്രോക്കോച്ച് പാർട്ടി വരുമ്പോൾ പക്ഷെ അത് അങ്ങനെയല്ല, കുറച്ചുകൂടെ വലിയ ഒരു സ്കെയിലിൽ അത് രൂപപ്പെട്ടിരിക്കുകയാണ്. അതായത് ഒരു ഇന്റർനാഷണൽ തലത്തിൽ രൂപപ്പെട്ട ഒരു സംഘടനയാണെന്നത് തുടക്കം മുതലേ നമ്മൾ പറയുന്നുണ്ട്. ഇപ്പോൾ അത് കറക്റ്റായിട്ട് രൂപവും ഭാവവും മാറി മാറി വരുന്നു. ഇപ്പൊ കർണാടകത്തിലെ പോസ്റ്ററിൽ നിന്ന് നമുക്ക് ആദ്യം തുടങ്ങാം, അതിനുശേഷം നമുക്ക് പാകിസ്ഥാനിലേക്കും ബംഗ്ലാദേശിലേക്കും പോവാം. കർണാടകത്തിലെ പോസ്റ്ററിൽ അവർ പറയുന്ന കാര്യം, കോക്രോച്ച് പാർട്ടിക്ക് സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല തെരുവിലും ശക്തിയുണ്ട് എന്നാണ് ആ പോസ്റ്ററിൽ പറഞ്ഞത്. പോസ്റ്റർ വ്യാപകമായി പതിച്ചിട്ടുണ്ട്, സോഷ്യൽ മീഡിയ ആഹ്വാനം മാത്രമല്ല പോസ്റ്ററും പതിച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ നിയമം അനുസരിച്ച് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ സംഘടനയ്ക്കോ വ്യക്തിക്കോ ഒരു പ്രതിഷേധ പരിപാടിയോ യോഗമോ എന്തെങ്കിലും പബ്ലിക് പ്ലേസിൽ നടത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ പോലീസിന്റെ അനുമതി തേടിയിരിക്കണം, ഒരു അപേക്ഷ കൊടുക്കണം എന്നുള്ളതാണ് നിയമം. അതുകൊണ്ടാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ റോഡ് തടയുമ്പോൾ പോലീസിനൊന്നും നോക്കാതെ നമ്മളെ പൊക്കിയിട്ട് അലക്കാനും പിടിച്ചകത്തിടാനുള്ള വകുപ്പ് അവരുടെ കയ്യിലുണ്ട്. കാരണം മുന്നറിയിപ്പില്ലാതെ ചെയ്യുന്ന പ്രവർത്തികൾക്കാണ് അങ്ങനെ ചെയ്യുന്നത്. പൊളിറ്റിക്കൽ പാർട്ടിയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ പോലീസ് ഒന്ന് കണ്ണടയ്ക്കും, ഒരു അരമണിക്കൂറൊക്കെ നിന്നോ ഇല്ല 1 മണിക്കൂറൊക്കെ നിന്നോ എന്ന് പറയും പെട്ടെന്നുള്ള കാര്യം. അതൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ്, അത് അവരുടെ ഒരു സൗമനസ്യം എന്ന് മാത്രമേ കരുതാം, പക്ഷെ നിയമമല്ല അത്. അപ്പൊ അങ്ങനെയാണ് നിയമം. ഒരു മൈക്രോ ഓപ്പറേറ്റീവ് ചെയ്യണമെങ്കിൽ പോലും മൈക്രോ ഓപ്പറേറ്റീവ് 2-3 ദിവസം മുമ്പ് അപേക്ഷ പോലീസ് സ്റ്റേഷനിൽ കൊടുത്താലേ മൈക്രോ ഓപ്പറേഷൻ ഈ മൈക്ക് വെക്കാനുള്ള അനുമതി കിട്ടത്തുള്ളൂ. ഇതാണ് നമ്മുടെ നാടിന്റെ നിയമം. പക്ഷെ ഇതൊന്നും നൽകാതെ തന്നെ ഈ വരുന്ന മെയ് 24-ന് എല്ലാവരും ബാംഗ്ലൂർ ടൗൺ ഹാളിന് സമീപം ഒത്തുകൂടും എന്നാണ് ആഹ്വാനം. ഇതിൽ കുറച്ചുപേരൊക്കെ ആകർഷിച്ച് വരുമായിരിക്കും. കാരണം നമ്മുടെ ഈ സമൂഹത്തിൽ, ഈ ലോകത്ത് നിരാശാബാധിതരായിട്ടുള്ളവരുണ്ട്, പല കാരണങ്ങളാൽ നിരാശ ആയിട്ടുള്ളവരുണ്ടാകും. ചിലരെയൊക്കെ കൊല്ലണമെന്ന് ആഗ്രഹമുള്ളവർ കാണും, പല രീതിയിൽ തന്നെ പ്രതികാര വാഞ്ചയുള്ളവരുണ്ടാകും, അങ്ങനെ പല 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 ആളുകളുണ്ടാകാം, പല പല വേർഷൻസ് ഉണ്ടാകാം, അല്ലാത്തവരും ഒക്കെ ഉണ്ടാകാം. അപ്പം ഇങ്ങനെ ഒരു കൂട്ടായ്മ രൂപം കൊള്ളുന്നു. ഈ ലോകത്തെല്ലായിടത്തും ഈ ജെൻസി കലാപം സ്റ്റാർട്ട് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ കൂട്ടായ്മയിലൂടെയാണ്. നേപ്പാളിൽ അത് ഇൻസ്റ്റാഗ്രാം ഉൾപ്പെടെയുള്ളതായിരുന്നു. 6 മാസത്തെ പ്രചരണമാണ് ഒടുവിൽ അത് കലാപത്തിലേക്ക് എത്തിച്ചത്. കലാപത്തിന് കാരണം എന്തായിരുന്നു? ഒരു പെൺകുട്ടിയോട് അധ്യാപകൻ എന്തോ റിപ്പോർട്ട് സമർപ്പിക്കാനോ മറ്റോ പറഞ്ഞതിനകത്ത് തുടങ്ങിയ ഒരു പ്രതിഷേധമാണ്. ഒരു കുട്ടിയെ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടതിലാണ് പെട്ടെന്ന് പ്രതിഷേധം. അതായത് പ്രതിഷേധിക്കാൻ ഒരു കാരണം അവർ നോക്കിയിരിക്കുന്നു. എന്താണ് ഈ പാർട്ടി രൂപീകരിക്കാൻ ഇവർ പറഞ്ഞ കാരണം? ജഡ്ജി സൂര്യകാന്ത് പറഞ്ഞതിന്റെ ഒരു വാക്കെടുത്തിട്ടാണ് ഈ പാർട്ടി തന്നെ ഇവർ രൂപീകരിക്കുന്നത്. അപ്പം ഇതിങ്ങനെ രൂപപ്പെടുന്നു, ഇതിൽ കൂടെ ആഹ്വാനം നൽകുന്നു. ഈ ആഹ്വാനം അനുസരിച്ച് ആളുകൾ എത്തുന്നു. എത്തത്തില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, എത്തും. അതിന്റെ ഏറ്റവും വലിയ തെളിവിൽ ഉദാഹരണം ആണ് ഞാൻ ആദ്യം പറഞ്ഞത് തിരുവനന്തപുരം. ഈ സ്ത്രീയത്തിന് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ കൂട്ടായ്മ എത്തിയത്, ചുംബന സമരം. ഇതൊക്കെ ഞാൻ പറഞ്ഞത് സോഷ്യൽ മീഡിയയുടെ ആഹ്വാനത്തിന് ആളെത്തുമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. ഇതിൽ ആളെത്തും, യാതൊരു ഡൗട്ടില്ല ആളെത്തും എന്നുള്ളതായിരുന്നു. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇതിന് നേതാവ് ആരാണ്, ഇതിൽ എവിടെ നിന്നാണ് ഇത് ഫോം ചെയ്യുന്നത്, ഇതൊന്നും അറിയില്ല. പകരം ഒരു ആഹ്വാനം വരുന്നു, ഈ ആഹ്വാനം അനുസരിച്ചിട്ട് ഈ ആളുകളെല്ലാം കൂടെ ഒത്തുകൂടുന്നു. ഈ ഒത്തുകൂടുന്ന ആളുകളെ നിയന്ത്രിക്കാൻ ഒരു ഘടകമില്ല എങ്കിൽ അത് വയലൻസിലേക്ക് നീങ്ങും. ആരെങ്കിലും പറഞ്ഞാൽ മതി അടിച്ചു പൊളിക്കടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായി അടിച്ചു പൊളിക്കും. എന്തുകൊണ്ടാണ് ഈ കേരളത്തിലെ CPM, BJP, കോൺഗ്രസ് ഒക്കെ വലിയ റാലികൾ നടത്താണ്, വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്താണ്? അതൊന്നും ഒരു കല്ലുപോലും വീഴാത്തതിന്റെ കാരണം അവർക്കൊരു നേതൃത്വമുണ്ട്. ആ നേതൃത്വം പറയുന്ന അനുസരിച്ചിട്ടാണ് അതിനകത്ത് അണികൾ മുമ്പോട്ട് നീങ്ങുന്നത്. നേതൃത്വം ഇല്ലെങ്കിലൊന്ന് ആലോചിച്ച് നോക്കൂ, അവർ ഓടിട്ടിറങ്ങി എല്ലാം തല്ലിപ്പൊളിക്കില്ലേ? നേതൃത്വം ഇവർക്ക് അറിയില്ല എന്താണ് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത്, എന്താണ് ഇതിന് ഇവർ ആകെ കണ്ടിട്ടുള്ള സിനിമയാണ്. സിനിമയിൽ ഇങ്ങനെ കുറെ ചെറുപ്പക്കാർ വരുന്നു, പോലീസ് വണ്ടി കത്തിക്കുന്നു, ഇല്ലെങ്കിൽ സർക്കാർ മന്ദിരങ്ങൾ ഇറങ്ങുന്നു, മന്ത്രിയെ പിടിച്ച് താഴെ ഇടുന്നു. ഇതൊക്കെ സിനിമാറ്റിക് ചിന്തകളുമായി രംഗത്തെത്തുമ്പോൾ സിനിമയല്ല, റിയൽ. റിയലിലേക്ക് വരുമ്പോൾ അതിന് കർശനമായി തന്നെ നിയമമുണ്ട് ഈ രാജ്യത്ത് നേരിടാനായിട്ട്. അതിന്റെ ഭവിഷ്യത്ത് ഭയങ്കരമായിരിക്കാം. ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടതായ ഒരു വലിയ വിഷയം. എത്ര നാളുകൾ ഈ കേസിന്റെ പിന്നാലെ നടക്കണം? ജീവിതകാലം മുഴുവൻ IDയുടെയോ IBയുടെയോ ഒക്കെ നിരീക്ഷണ വലയത്തിലായിരിക്കും ഇവര്. കാരണം ഇവരെ ഒരു അർബൻ നക്സലായിട്ടോ മറ്റേതിന്റെ കാറ്റഗറിയിലേക്കായിരിക്കും ഇവർ പോകുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഇനി ഇതൊരു ഇന്റർനാഷണൽ സംഘടനയാണ്, ഇന്ത്യ തകർക്കുന്നതിന്റെ ലക്ഷ്യമെന്ന് ഇപ്പോൾ പരസ്യമായിരിക്കുന്നു. കാരണം പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും അവിടുത്തെ കോക്രോച്ച് പാർട്ടി തുടങ്ങിയിരിക്കുന്നു. പാകിസ്ഥാൻ തുടങ്ങിയിരിക്കുന്ന പാർട്ടിയുടെ പേര് പാകിസ്ഥാൻ കോക്രോച്ച് പാർട്ടി അവാമി ലീഗ്, കോക്രോച്ച് അവാമി ലീഗ് എന്ന് തുടങ്ങിയ പാർട്ടികളൊക്കെയാണ് ബംഗ്ലാദേശിലും പാകിസ്ഥാനും തുടങ്ങിയിരിക്കുന്നത്. എന്തുകൊണ്ട് ഈ 2 പാർട്ടികൾ അവിടെ തുടങ്ങിയെന്ന് ചോദിച്ചാൽ വളരെ നിസ്സാരമാണ് ആ കാര്യം. ഇന്ത്യയിൽ ഇപ്പോൾ കോക്രോച്ച് പാർട്ടി തുടങ്ങി കഴിഞ്ഞാൽ ഇന്ത്യക്കെതിരെ ആക്രമിക്കാൻ വരുമെന്ന് വെച്ചാൽ ആക്രമിക്കാനല്ല അവർ വരുന്നത്, പ്രത്യക്ഷത്തെ ആക്രമണമല്ല അവരുടെ ലക്ഷ്യം. പകരം ഇന്ത്യയെ ലോകത്തിന് മുമ്പിൽ നാണം കെടുത്തുക എന്നുള്ളതാണ്. ഇന്ത്യയിൽ നടക്കുന്ന ചെറിയ ചെറിയ സംഭവങ്ങളെ പർവ്വതീകരിച്ച്, അതായത് ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ, ഇന്ത്യയിൽ നടക്കുന്ന ഒരു സംഭവം ഫേക്ക് ആകാം, ഉള്ളതാകാം, അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സംഭവമാകാം.
ഈ സംഭവം നടക്കുമ്പോൾ ലോകത്തെമ്പാടും പ്രതിഷേധ പ്രകടനം നടന്നാൽ എന്തായിരിക്കും ഇന്റർനാഷണൽ മാധ്യമങ്ങളും നാഷണൽ മാധ്യമങ്ങളും ലോകത്തുള്ള മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലെ വാർത്ത എന്തായിരിക്കും? ഇന്ത്യക്കെതിരെ പ്രതിഷേധം, ലോകം മുഴുവൻ കത്തുന്നു, ലോകം മുഴുവൻ കത്തുന്നു. ഇന്ത്യക്കെതിരെ പ്രതിഷേധം, ലോകം മുഴുവൻ കത്തുന്നു. ഹത്രാസിൽ ഇതേപോലെ ഒരു പരിപാടി നടത്തിയതാ. ഇത് അങ്ങ് ദൂരെ ഒന്നും പോകണ്ട, ഹത്രാസിൽ ഇതേ പരിപാടി നടത്തിയതാ. ഹത്രാസിൽ ഈ പെൺകുട്ടിയുടെ മരണം ലോകത്ത് പലയിടത്തും പ്രതിഷേധ പ്രകടനമാണ് ചില മനുഷ്യാവകാശ സംഘടനകൾ കൊണ്ടു നടന്നു. അപ്പോഴാണ് കേന്ദ്ര സർക്കാരിന് മനസ്സിലായത് ഇതിന്റെ പിന്നിലുള്ള ഇന്റർനാഷണൽ ബന്ധം മനസ്സിലാകുന്നത്, ഇങ്ങനെ ഒരു കണക്ഷൻ ഇതിനകത്ത് ഉണ്ടെന്നുള്ളത്. അപ്പൊ ഒരു സംഘടന രൂപീകരിക്കുന്നു, ക്രോക്രോച്ച് പാർട്ടി. അപ്പൊ ക്രോക്രോച്ച് പാർട്ടി ഇന്ത്യയിൽ ആഹ്വാനം ചെയ്തു. ആ ആഹ്വാനം എടുത്ത് ബംഗ്ലാദേശിലെ ക്രോക്രോച്ച് പാർട്ടി സമാനമായ പ്രകടനം പ്രതിഷേധം നടത്തുന്നു, പാകിസ്ഥാനിൽ നടത്തുന്നു, വിവിധ രാജ്യങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുന്നു. അതായത് ഒരു സെൻട്രലിൽ നിന്ന് തന്നെ വരുമ്പോൾ ഏകീകൃതമായ രീതിയിലായിരിക്കും ഇതെല്ലാം സ്വിച്ച് ഇട്ട പോലെ ആയിരിക്കും നടക്കുന്നത്. നമ്മൾ കണ്ടതാണ് മമതാ ബാനർജിയെ തോറ്റു കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ പ്രതിഷേധ പ്രകടനം നടന്നത് ബംഗ്ലാദേശിലാണ്. നേരെ മറിച്ച് അത് ലോകം മുഴുവനുള്ള ഒരു പാർട്ടി ആയിരുന്നെങ്കിൽ, ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമിക്ക് ഇന്ത്യ മുഴുവൻ കരുത്തുണ്ടായിരുന്നെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി ലോകം മുഴുവൻ പ്രതിഷേധ പ്രകടനം നടത്തിയേനെ. ലോകം മുഴുവൻ അതിനൊരു ഏകീകൃത സ്വഭാവം വന്നേനെ, സ്വിച്ച് ഇട്ടതുപോലെ പ്രവർത്തിച്ചേനെ. അപ്പം ഇതും കൂടെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പൊ ഈ കോക്രോച്ച് പാർട്ടി വരുന്നത്. ഇനി ഈ കോക്രോച്ച് പാർട്ടിയെ പിന്തുണയ്ക്കുന്നവരാരൊക്കെ നോക്കൂ, എല്ലാവരും ഈ സെൻട്രൽ ഗവൺമെന്റിനെ താഴെ ഇറക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമാണ്. പലപ്പോഴും ഈ അടുത്ത കാലത്ത് നമ്മൾ സോഷ്യൽ മീഡിയ മനോരമയുടെ മാതൃഭൂമിയുടെ ഒക്കെ വാർത്തകൾ വരുമ്പോൾ അതിന്റെ താഴത്തെ കമന്റുകൾ നോക്കാറുണ്ട്. ഞാനത് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത്, കാരണം മനുഷ്യന്റെ മനോബലം എന്തുണ്ട്, ഇല്ല മനോവികാരം എന്തെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ കമന്റ് നോക്കുന്നത്. അതിനകത്ത് മിക്ക കമന്റുകളും പറയുന്നത് തെരുവിലിറങ്ങണം എന്നാണ്. ഈ ഔട്ട് ഓഫ് ഫോക്കസിന്റെ ചർച്ച ഒരാഴ്ചയിൽ 3 തവണത്തെ ചർച്ചയിൽ അവർ പറയാറുണ്ട് തെരുവിലിറങ്ങണം എന്ന് പറയാൻ. ആ തെരുവിലിറങ്ങാൻ ഒരു കൂട്ടായ്മയാണ് ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്നത്, ക്രോക്രോച്ച് പാർട്ടി. അതിന്റെ ടെസ്റ്റ് ഡോസാണ് ബാംഗ്ലൂരിൽ മെയ് 24 നടക്കുന്നത്. ആ ടെസ്റ്റ് ഡോസ് വിജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്തുകൊണ്ട് ബാംഗ്ലൂർ തെരഞ്ഞെടുത്തു? അതൊരു നിസ്സാര ചോദ്യമല്ല, അതൊരു വലിയ ചോദ്യം. കോൺഗ്രസ് ഭരിക്കുന്നതുകൊണ്ടാണ്. കോൺഗ്രസ് ഭരിക്കുമ്പോൾ എല്ലാവിധ സംരക്ഷണവും കിട്ടുമെന്നും തങ്ങൾക്ക് എളുപ്പം തങ്ങളുടെ ടെസ്റ്റ് ഡോസ് വിജയിപ്പിച്ചെടുക്കാമെന്നും. കാരണം ഒരു സ്റ്റേറ്റിൽ അത് വിജയിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു അലയൊലികൾ അടുത്ത സ്റ്റേറ്റിലേക്ക് ഉണ്ടാകും. സിനിമ പോലെയാണിത്. ഇപ്പൊ ഒരു സിനിമ കേരളത്തിൽ ഹിറ്റായാൽ, ഇല്ലെങ്കിൽ തമിഴ്നാട് ഹിറ്റായി കഴിഞ്ഞാൽ അതിന്റെ തന്നെ കോപ്പി, ഈ ഡബ്ഡ് വേർഷൻസ് പല സംസ്ഥാനത്തും ഹിറ്റാവും. ബാലയ്യയുടെ പടമൊക്കെ കേരളത്തിൽ ഹിറ്റാകാറില്ല. എന്തുകൊണ്ടാണ്? അത് ആന്ധ്രയിൽ ഹിറ്റായി അതിന്റെ റീൽസ് ഒക്കെ വരുമ്പോൾ നമുക്കും തോന്നും കൊള്ളാം, കാണാമല്ലോ. അപ്പൊ നമ്മുടെ കേരളത്തിലെ തിയേറ്ററിൽ വരുമ്പോൾ നമ്മൾ പോയി കാണാറുണ്ട്. ഇത് തന്നെയാണ് ഇതിന്റെ സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ അത് വിജയിപ്പിച്ചെടുക്കുക, ഇല്ലെങ്കിൽ കുറഞ്ഞ പക്ഷേ ഒരു അക്രമത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു വികാരം ഉണ്ടാവും. ആ വികാരം അടുത്ത സ്റ്റേറ്റുകളിലേക്ക് പടർത്തുക, അടുത്ത സ്റ്റേറ്റുകളിൽ കൂടെ ഇത് മുമ്പോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഇപ്പൊ ഇവരെ സംബന്ധിച്ച് ഇനി അടുത്ത ഒരു ഉയർത്താൻ പോകുന്ന വിഷയം ഇന്ധന വില വർധനവ് തന്നെയായിരിക്കും. കാരണം ഇവരെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഈ രാജ്യം തകരണമെന്നും ഈ ഭരണകൂടം ഇല്ലാതാകണമെന്നും ആഗ്രഹിക്കുന്ന BJP ഒഴിച്ചുള്ള ഒരുപാട് പാർട്ടികളുണ്ട്. ആ പാർട്ടികളുടെയൊക്കെ പിന്തുണ നേടുക എന്നുള്ളതാണ് ഇതിനകത്ത് ഇവർ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, പോവുക. പക്ഷെ ഇതിനകത്ത് വരുന്ന രസകരമായ കാര്യം എന്ന് വെച്ചാൽ ഇവർക്കൊരു അപകടം പറ്റിയാൽ, ഇവർ കേസിൽപ്പെട്ടാൽ, ഇവരകത്ത് പോയാൽ ഈ കൂടെ നിൽക്കുന്നവരും കൈയടിക്കുന്നവരും പ്രോത്സാഹിപ്പിക്കുന്ന എത്ര പേര് ഇവരുടെ കൂടെ ഉണ്ടാവും? കാണില്ല. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ പോലും അംഗീകൃത രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്ന ചെറുപ്പക്കാർ പിള്ളേരുണ്ട്. ഇന്നും PSC ലിസ്റ്റ് വരുമ്പോഴത്തേനും പോലീസ് വരുമ്പോൾ പറയുന്നത് നിങ്ങൾ ക്രിമിനൽ കേസ് ഉണ്ട്, അതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. ക്രിമിനൽ കേസ് ഉണ്ടെങ്കിൽ അവന് ജോലി കിട്ടാൻ പാടുള്ള ഒരു നാട്ടിലാണ് ഈ പറയുന്ന യുവാക്കള്. ഞാൻ അവരുടെ പലരുടെ ഇത് കണ്ടിരുന്നു. അവരുടെയൊക്കെ ഈ മാധ്യമപ്രവർത്തകരൊക്കെ പോയിട്ട് ഡൽഹിയിലൊക്കെ പോയിട്ട് ഈ ക്രോക്രോച്ച് പിള്ളേരെ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട് എന്താണ്. അപ്പൊ അവരും GDP മൊത്തം തകർന്ന് താഴെ പോയില്ലേ. അപ്പൊ അയാൾ ചോദിക്കുന്നു എന്താണ് GDPയുടെ ഫുൾ ഫോം? അതെനിക്കറിയില്ല. എത്രയാണ് തകർന്നത്? അതെനിക്കറിയില്ല. ഇതാണ്, അത് എക്കും പൊക്കും അറിയില്ല. ഇൻസ്റ്റാഗ്രാമിൽ കൂടെ വരുന്ന ഇത് ഞാൻ പറഞ്ഞില്ലേ, ഒരു ഇതിനകത്ത് അപ്പൊ എല്ലാവരും ചോദിക്കും എന്തുകൊണ്ടാണ് ഇത്രയും പേര് കൂടിയത് എന്നാണ് ചോദിക്കും. എന്തുകൊണ്ട്? ഇപ്പൊ ധനുഷ് ഇപ്പൊ നേരത്തെ ഒരു കണക്ക് പറഞ്ഞു, 29 മില്യൺ ആണ്, 50 മില്യൺ ആണ്. അതൊരു കണക്കല്ല. ധനുഷ് പോസ്റ്റ് ഇട്ട് എത്ര പേര് ലൈക്ക് ചെയ്യും? 500 പേര് ലൈക്ക് ചെയ്യുമോ? ധനുഷ് എന്ന വ്യക്തിക്ക് 500 പേരിലേക്ക് നിങ്ങൾ മതി എത്തിക്കാൻ പറ്റുന്നുണ്ടോ? 100 പേരിലേക്ക് എത്തിക്കാൻ പറ്റുന്നു ധനുഷിന്റെ ഒരു പോസ്റ്റ്. 25,000 പേരിലേക്ക് വേറെ മറ്റു പലർക്കും ഇട്ടാലും പറ്റും. അപ്പം ഒരു കൂട്ടായ്മക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇൻസ്റ്റാഗ്രാമിൽ നമ്മളിപ്പോ നല്ലൊരു റീൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല ലൈക്കും കാര്യങ്ങളും കിട്ടും. നമ്മൾ ഇങ്ങനെയുള്ള ആശയം. പിന്നെ ഈ ഇത്തരത്തില് ഞാൻ പറഞ്ഞില്ല, എല്ലാ മനുഷ്യരും എപ്പോഴും സാറ്റിസ്ഫൈഡ് അല്ല. ഒരു മനുഷ്യനും ലോകത്ത് സാറ്റിസ്ഫൈഡ് ആയിട്ടൊരു മനുഷ്യനേ ഇല്ല. അവൻ എന്തിനെങ്കിലും കുറിച്ചൊക്കെ വറീഡ് ആകുന്നവരാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ യങ് യൂത്ത് എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം, പണിയെടുത്ത് ജീവിക്കുന്ന പിള്ളേരെ അല്ല ഞാൻ പറയുന്നത്, അല്ലാത്തൊരു വിഭാഗം വളരെ നിരാശരാണ്. കാരണം അവർക്ക് പണം വേണം, ആഡംബരം വേണം, അടിച്ചു പൊളിക്കണം, പണിക്കൊട്ട് പോകാനും വയ്യ, പോകാനുള്ള പഠിത്തമല്ല. പഠിക്കാൻ വിട്ടു കഴിഞ്ഞാൽ സെമ്മും സപ്ലിയും എഴുതി ജീവിതം ഒരു പകുതിക്ക് വഴി തീർക്കും. എഞ്ചിനീയർ ആണെന്ന് വെച്ചാൽ അല്ല, എന്താ പഠിച്ചതെന്ന് വെച്ചാൽ എഞ്ചിനീയറിംഗ് ആണെന്ന് പറയേണ്ടി വരും. അങ്ങനെയാണ് നിൽക്കുന്നത്. ഒരു 2 വയറ് തമ്മിൽ കൂട്ടിപ്പിരിക്കാൻ പോലും അറിയാത്ത ഒരുപാട് എഞ്ചിനീയർമാർ നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പോഴും പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെ നിരാശാഭരിതരായിട്ടൊരു യൂത്ത് ഉണ്ട്.
ആ യൂത്തിനെ വളരെ വേഗം മുതലെടുക്കാൻ കഴിയും എന്നുള്ളതാണ് വളരെ കണ്ടിട്ടില്ല. നമ്മൾ ഈ ഫേസ്ബുക്കിലുമൊക്കെ ചെല്ലുമ്പോൾ ഈ ചില പോസ്റ്റുകൾ കാണും. അവൻ നിന്നെ വിട്ടു പോയെങ്കിൽ നീ കരയണ്ട, തളരണ്ട, പോയവർ പോട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോകളുണ്ട്, റീൽസ് ഉണ്ട്. ഈ റീൽസിന്റെ ലൈക്കിന്റെ എണ്ണം ഞാൻ നോക്കാറുണ്ട്, 2000-3000 ആ റീൽസ് ലൈക്ക് ചെയ്യുന്നവരാരായിരിക്കും? അതേ മാനസികാവസ്ഥയിൽ സഞ്ചരിക്കുന്ന ആളുകൾ മാത്രമാണ് ആ റീൽസ് ചെയ്യുന്നത്. ആ റീൽസ് ചെയ്തതിന്റെ ഉദ്ദേശം എന്താണ്? അത്തരം ഒരു ഓഡിയൻസിനെ കൊണ്ട് തന്റെ റീൽസിന് റീച്ച് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം പ്രണയ നൈരാശ്യം വന്ന് ഒരുപാട് പേരുണ്ടാകുമല്ലോ. ആ പ്രണയ നൈരാശ്യം ഉള്ളവരുടെ ആ മനസ്സിലേക്ക് ഒരു കാറ്റ് പോലെ ഈ സാധനം കയറ്റിവിടുക, എന്നിട്ട് അതിന്റെ പേരാണ് അടിപൊളി, മോട്ടിവേഷൻ. അതായത് ആ റീല് കണ്ടു കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യാനിരിക്കുന്നത് കയറെടുക്കും ഉടനെ തന്നെ. അതാണ് റീൽ ചെയ്തിട്ട് പറയുന്നത് മോട്ടിവേറ്റർ ആണ്, മോട്ടിവേഷൻ ആണെന്ന് പറയുന്നതാണ് ഇതിനകത്ത് രസം. അതാ പറയുന്നത്, ഇതൊരു തന്ത്രമാണ്, സൈക്കോളജിയാണ്. സോഷ്യൽ മീഡിയ വന്നുകൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരാളുടെ മനസ്സ് കീഴടക്കാൻ കഴിയും. അതിനെ അതിജീവിക്കുന്ന കുറെ പേരുണ്ടെങ്കിൽ നമ്മളെ കണക്ക് പച്ചയായ ലോകത്ത് യാഥാർത്ഥ്യബോധത്തോട് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ മാത്രമേ ഉള്ളൂ. കാരണം അവർക്ക് രാവിലെ ഇറങ്ങി പോയി പണിയെടുക്കണം, ഭക്ഷണം കഴിക്കണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പോകുമ്പോഴത്തേനും നമ്മളൊരു എന്റർടൈൻമെന്റിന് വേണ്ടി കാണുന്നവരാണ് റീൽസ്. നമുക്കും ഇതൊന്നും ഇല്ല എന്നുള്ളതല്ല, നമുക്കും നല്ല നിരാശയുള്ളവരാണ്, പ്രണയ നൈരാശ്യമുള്ളവരാണ്, മറ്റു പലതുമുള്ളവരാണ്. പക്ഷെ റീല് കണ്ട് സമയം കളയാൻ നമുക്കില്ല, റിയലായി ജീവിക്കുന്നവരാണ് നമ്മൾ. പക്ഷെ ഏതായാലും കോക്രോച്ച് പാർട്ടി അവരുടെ മുഖം മൂടി മാറ്റിയിരിക്കുന്നു, റിയൽ ലൈഫിലേക്ക് അവരെത്തുന്നു. റീലിൽ നിന്ന് അവർ റിയലിലേക്ക് എത്തുമ്പോൾ എന്തു സംഭവിക്കുമെന്നറിയാൻ മെയ് 24 വരെ നമ്മൾ കാത്തിരിക്കണം. ഏതായാലും കേരളത്തിലടക്കം പ്രമുഖ രാഷ്ട്രീയ നേതാക്കളെല്ലാം അതിനെ പിന്തുണച്ചെത്തിയിട്ടുണ്ട്. ഇവരെല്ലാവരുടെയും പിന്തുണ അവസാനം വരെ കാണണേ എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഈ പാർട്ടികളെയൊക്കെ തല്ലിക്കൊല്ലുമ്പോൾ ഇതുങ്ങളൊക്കെ വേറെ വഴിക്ക് പോകും. ഒന്ന് അപലപിക്കാൻ പോലും ഇവരാരും കാണത്തില്ല. അതൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ട് വേണം പിന്നെ പോവുക. നമുക്ക് കാണാനൊരു രസം. നമ്മളെ സംബന്ധിച്ച് നമുക്ക് വാർത്തയ്ക്കും നല്ല സ്കോപ്പാണ് എന്നുള്ളത് മാത്രമാണ് പാർട്ടികളെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്.